ചിരകാല ആഗ്രഹങ്ങൾ സഫലമാകും. മികച്ച വിജയം, ലാഭം. ഈ നാളുകാരെ കാത്തിരിക്കുന്നത് നല്ല നാളുകൾ. ഭരണി, തിരുവാതിര, ഉത്രം, അനിഴം, ഉത്രാടം എന്നീ 5 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവാർഷിക ഫലം പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായ ശ്രീനിവാസൻ എഴുതിയത് വായിക്കാം. ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് ചിങ്ങം 1 എന്നത് അവരുടെ പുതുവർഷാരംഭമാണ്. ഇത്തവണ മലയാളി പദമൂന്നുന്നത് പുതുനൂറ്റാണ്ടിലേക്കാണ്. കൊല്ലവർഷം അഥവാ മലയാള വർഷം ആരംഭിച്ച 1200 ആണ്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മലയാളത്തിന്റെയും മലയാളികളുടെയും ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ല് കൂടെയാണിത്. 1100 ആണ്ടിലേക്ക് മലയാളി കടന്നുവന്നതിന് സമാനമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് നമ്മൾ അതിനുശേഷം 100 വർഷം പൂർത്തിയാക്കി പുതുനൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും കടന്നുപോകുന്നത്. വേണാടിന്റെ ഭരണാധികാരിയായ ഉദയമാർത്താണ്ഡവർമ്മയാണ് കുരക്കേണി കൊല്ലത്തു വെച്ച് വിളിച്ചുകൂട്ടി പുതിയ ഒരു സംവത്സരം തുടങ്ങാൻ തീരുമാനിച്ചത്. കൊല്ലത്തുവെച്ച് സഭ കൂടിയതിനാൽ കൊല്ലവർഷം എന്ന പേരുണ്ടായി എന്നാണ് പണ്ഡിതന്മാരുടെ നിഗമനം. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. അതായത് ക്രിസ്തുബ്ദത്തിൽ നിന്നും 825 കുറച്ചാൽ നിലവിലെ കൊല്ലവർഷം ലഭിക്കും എന്ന് സാരം. ചിങ്ങമാസം ആഗസ്റ്റ് പകുതി മുതൽ ആണ് കൊല്ലവർഷത്തിലെ ആദ്യ മാസം തുടങ്ങുന്നത്. സൗരരാശികളുടെ പേരാണ് കൊല്ലവർഷത്തിലെ മാസങ്ങൾക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ചിങ്ങം മുതൽ ധനു പകുതി വരെ കൊല്ലവർഷത്തെയാട് 824 ധനു രണ്ടാം പകുതി മുതൽ കർക്കടകം അവസാനം വരെ 825 ചേർത്താൽ ക്രിസ്തുബ്ദമായി. മലയാളം ഈറ, മലബാർ ഈറ എന്നിങ്ങനെ കൊല്ലവർഷം ഇംഗ്ലീഷിൽ വിളിക്കപ്പെട്ടു. കൊല്ലവർഷം 1099 കർക്കടകം ജൂലൈ മാസത്തിൽ കേരളം മുഴുക്കെ വലിയ പ്രളയമുണ്ടായി. 99 വെള്ളപ്പൊക്കം എന്ന് വ്യവഹരിക്കപ്പെട്ടത് ആ സംഭവത്തെയാണ്. കൊല്ലവർഷത്തിലെ ഒരു നൂറ്റാണ്ട് അവസാനിക്കുന്ന യുഗസംക്രമകാലഘട്ടം ആയിരുന്നു അത്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. കൃത്യം 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊല്ലവർഷത്തിലെ ഒരു നൂറ്റാണ്ട് ഹംസഗീതം പാടുന്ന വേളയിൽ 1199 പ്രളയവും മേഘവിസ്ഫോടനവും കേരളത്തിന്റെ കണ്ണീരായി മാറുകയാണ്. കർക്കടകം 32 തീയതിയായ ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച സന്ധ്യയ്ക്കാണ് ആദിത്യന്റെ ചിങ്ങരാശി സംക്രമം. സംക്രമം നടന്നതിന്റെ പിറ്റേപ്പകൽ പുതുവർഷം തുടങ്ങുന്നു. അങ്ങനെ 2024 ആഗസ്റ്റ് 17 ശനിയാഴ്ച 1200 ചിങ്ങം 1 തീയതിയാകുന്നു. അതായത് മലയാളികളുടെ പുതുനൂറ്റാണ്ടിന് അന്ന് തുടക്കമാകുന്നു. വർഷാരംഭത്തിൽ പ്രധാന ഗ്രഹങ്ങളിലൊന്നായ ശനി അഥവാ മന്ദൻ കുംഭം രാശിയിൽ പൂരൂരുട്ടാതിയിൽ വക്രതയിലാണ്. ഈ വർഷം വൃശ്ചികം 2 തീയതി മുതൽ ശനി നേർഗതിയിലാവുന്നു. മീനം 15 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പകരുന്നു. 2 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണ് ശനിയുടെ രാശിമാറ്റം. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലാണ്. കന്നി മാസം അവസാനം മുതൽ മകരം അവസാനം വരെ ഗുരു അഥവാ വ്യാഴം വക്രതയിലാണ്. 1200 മേടം 31 വ്യാഴം മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു. രാഹുകേതു മാറ്റം സംഭവിക്കുന്നത് 1200 ഇടവമാസം 4 2025 മെയ് 18 ആണ്. രാഹു അഥവാ സർപ്പൻ കുംഭം രാശിയിലേക്കും കേതു അഥവാ ശിഖി ചിങ്ങം രാശിയിലേക്കും പിൻഗതിയായി പ്രവേശിക്കുന്നു. മറ്റൊരു മുഖ്യഗ്രഹമായ ചൊവ്വ അഥവാ കുജൻ 1200 തുടക്കത്തിൽ ഇടവം രാശിയിലാണ്. തുലാം 4 തീയതി മുതൽ മകരം 8 വരെ 2024 ഒക്ടോബർ 20 മുതൽ 2025 ജനുവരി 21 വരെ ചൊവ്വ നീചരാശിയായ കർക്കടത്തിലാണ്. പിന്നീട് വക്രഗതിയായി മിഥുനത്തിൽ വരുന്നു. മീനം 20 മുതൽ ഇടവം 24 വരെ വീണ്ടും കർക്കടത്തിലും സഞ്ചരിക്കുകയാണ്. ഇപ്രകാരമുള്ള ഗ്രഹനിലയെ മുൻനിർത്തി ഭരണി, തിരുവാതിര, ഉത്രം, അനിഴം, ഉത്രാടം എന്നീ 5 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ കൊല്ലവർഷപ്രകാരമുള്ള പുതിയ നൂറ്റാണ്ടിന്റെ ആദ്യ വർഷത്തിലെ വാർഷിക പൊതുഫലം വായിക്കാം. ഭരണി, ചിങ്ങമാസത്തിൽ തുടങ്ങുന്ന പുതുവർഷം ഗുണകരമാണ്. പ്രധാന ഗ്രഹങ്ങൾക്ക് സൽഭാവങ്ങളിൽ സ്ഥിതി ഉള്ളതിനാൽ വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനും ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്താനുമാവും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കച്ചവടം ലാഭകരമാവും. പുതിയ വരുമാനമാർഗം തുറന്നു കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അനധിക്കിൽ നിന്നും ജന്മനാട്ടിലേക്ക് മാറ്റം കിട്ടാനിടയുണ്ട്. കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. പ്രണയികൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചേക്കും. രോഗഗ്രസ്തർക്ക് ചികിത്സാ മാറ്റത്തിലൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്.
മാസങ്ങളിൽ ചിങ്ങവും കന്നിയും മകരവും കുംഭവും മിഥുനവും മികച്ച ഫലങ്ങൾ നൽകും. തിരുവാതിര. ശനി 9, രാഹു 10, വ്യാഴം 12 എന്നിങ്ങനെ പ്രധാന ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. ഗുണവും ദോഷവും കലർന്നിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ ലഭിക്കാം. എന്നാൽ അധ്വാനം കൂടുതൽ, വേതനം കുറവ് എന്നീ പ്രശ്നങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത ലോപിക്കാം. ന്യായമായ വരുമാനം പ്രതീക്ഷിക്കാം. എന്നാൽ ചെലവ് ഉയരുന്നതായിരിക്കും. 4-ലെ കേതു ഗൃഹത്തിൽ അസമാധാനം ഉണ്ടാക്കാനിടയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മകരമാസത്തിനു ശേഷം നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും. രാഷ്ട്രീയ വിജയത്തിന് സാഹചര്യം ഒരുങ്ങും. ദാമ്പത്യത്തിൽ സ്വസ്ഥതയും ഐക്യവും മടങ്ങിവരുന്നതാണ്. ഉത്രം. ചിങ്ങക്കൂറുകാർക്ക് സമ്മിശ്രവും കന്നിക്കൂറുകാർക്ക് ഗുണകരവുമായ വർഷമാണ്. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നിർവഹണത്തിൽ എത്തിക്കാനാവും. തടസ്സങ്ങളെ തൃണവൽഗണിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ കഴിയും. തന്മൂലം ആശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം സാധ്യമാകുന്നതാണ്. വ്യാപാരികൾക്ക് വായ്പാ സൗകര്യം പ്രയോജനപ്പെടുത്താനും ബിസിനസ് നവീകരിക്കാനുമാവും. വാഹനം മാറ്റി വാങ്ങാനോ പുതിയത് തന്നെ വാങ്ങാനോ സാഹചര്യം അനുകൂലമായി വരും. പ്രണയികൾക്ക് വിവാഹബന്ധത്തിലൂടെ ഒന്നിക്കാൻ സാധിക്കുന്നതാണ്. കടക്കെണിയിൽ നിന്നും ഏതാണ്ടൊക്കെ മുക്തിയുണ്ടാവും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തും. ഭൗതിക പരിതോവസ്ഥയും ജീവിത നിലവാരവും മെച്ചപ്പെടുന്നതാണ്. ഈശ്വര സമർപ്പണങ്ങൾ, തീർത്ഥയാത്രകൾ ഇവ സാധ്യമാകും. അനിഴം. വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന വർഷമാണ്. ചിരകാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമായേക്കാം. സ്വന്തം പരിശ്രമത്തിന് ഒപ്പമുള്ളവരുടെ പിന്തുണയും സാഹചര്യത്തിന്റെ ആനുകൂല്യവും കൂടി വന്നുചേരുന്നതാണ്. യാത്രകൾക്ക് പ്രയോജനമുണ്ടാവും. ബിസിനസ്, ഔദ്യോഗിക യാത്രകൾ ഗുണം ചെയ്യും. കൂട്ടുകച്ചവടം പുഷ്ടി പ്രാപിക്കുന്നതാണ്. പുതുശാഖകൾ ആരംഭിക്കാനാവും. ഉപഭോക്താക്കളുടെ പ്രീതി നേടിയെടുക്കും. അവിവാഹിതർക്കും പ്രണയികൾക്കും സ്വപ്നസാഫല്യത്തിന് അവസരം ഭവിക്കുന്നതായിരിക്കും. വിദേശയാത്രകൾക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകും. മാനസികമായ വികാസം, അറിവുകളുടെ നവചക്രവാളങ്ങൾ തെളിയുക തുടങ്ങിയവയും ഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഉത്രാടം. ധനുക്കൂറുകാർക്ക് ശനിയും മകരക്കൂറുകാർക്ക് വ്യാഴവും അനുകൂല ഭാവത്തിലാണ് ഈ വർഷം. ആത്മാർത്ഥമായ അധ്വാനവും നിരന്തരമായ അന്വേഷണവും ലക്ഷ്യത്തിലെത്താൻ ആവശ്യമാണെന്നത് വിജയമന്ത്രമായി സ്വീകരിക്കേണ്ടിവരും. ഭാഗിക നേട്ടങ്ങളെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. താത്കാലിക ലാഭങ്ങളാവും ഈ വർഷം അധികം ഉണ്ടാവുക. കടബാധ്യതയുടെ കാര്യത്തിൽ തെല്ല് ആശ്വസിക്കാൻ പറ്റും. എന്നാൽ ആർഭാടവും നിയന്ത്രണമില്ലാത്ത വ്യയശീലവും കൂടുതൽ കടക്കെണിയിലേക്ക് തള്ളിയിടാനും ഇടയുണ്ട്. ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാം. ചിലപ്പോൾ ആഗ്രഹിച്ച തൊഴിലോ പ്രതീക്ഷിച്ച വേതനമോ ഉണ്ടാവണമെന്നില്ല. ഗൃഹനിർമ്മാണം തെല്ല് പതുക്കെയാവും. മകളുടെ കുടുംബത്തോടൊപ്പം താമസിക്കേണ്ടി വരാം. സർക്കാർ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്നിവ വൈകാനിടയുണ്ട്.